BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. M5 ലൈവിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ ബുധനാഴ്ച നൽകിയ മൊഴിയും കേസിന്റെ രേഖകളും ഉന്നതതല പരിശോധനയ്ക്ക് വിധേയമാക്കും. മുൻ മുഖ്യമന്ത്രി കൂടി ഉൾപ്പെട്ട കേസായതുകൊണ്ട് യാതൊരു പിഴവുകളുമില്ലാതെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം. ബുധനാഴ്ച എൻഫോഴ്സ്മെന്റിന്റെ മുമ്പാകെ ഹാജരായ വീണ ചോദ്യങ്ങൾക്ക് അറിയില്ല, ഓർമ്മയില്ല തുടങ്ങിയ ഉത്തരത്തിലൂടെ ഒഴിഞ്ഞുമാറാനാണ് ശ്രമിച്ചത്. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ തെളിവുകളും രേഖകളും ഉപയോഗിച്ച് സത്യം പുറത്തു കൊണ്ടുവരാൻ എൻഫോഴ്സ്മെന്റ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുന്നത്. വീണ ക്രമക്കേട് നടത്തിയെന്ന് കണ്ടെത്തിയ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നിഗമനത്തിലെത്താൻ ഉപയോഗിച്ച നിർണായകമായ 134 രേഖകൾ അടുത്ത 2 ദിവസത്തിനുള്ളിൽ എൻഫോഴ്സ്മെന്റിന് കൈമാറുമെന്ന് അറിയുന്നു. വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കും ശശിധരൻ കർത്തയുടെ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസും തമ്മിലുള്ള കരാർ, വീണ നൽകിയ സേവനത്തിന്റെ വിശദാംശങ്ങൾ, ആദായ നികുതി രേഖകൾ, അവർ കണ്ടെത്തിയ രേഖകൾ എന്നിവ കൈമാറുന്നതിൽ ഉൾപ്പെടുന്നു. മാസപ്പടിയായി ലക്ഷങ്ങൾ വാങ്ങിയ ശേഷം ഒരു സേവനവും നൽകിയിട്ടില്ലെന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഓഫീസ് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാനാണ് മകൾക്ക് മാസപ്പടി നൽകിയത് എന്നാണ് ആരോപണം. ഇത് സംശയലേശമന്യെ തെളിയിക്കാൻ ഉള്ള രേഖകളും തെളിവുകളും സമാഹരിക്കാനാണ് കേന്ദ്ര ഏജൻസികളുടെ നീക്കം. ഇതിന്റെ അടിസ്ഥാനത്തിൽ വീണയെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. കേസിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കൂടി കണക്കിലെടുത്ത് വളരെ സൂക്ഷ്മതയോടെയാണ് അന്വേഷണ ഏജൻസികൾ നീങ്ങുന്നത്. കർത്താവിന്റെ മാസപ്പടി ഡയറിയിൽ പേര് വന്ന മറ്റ് ഉന്നത രാഷ്ട്രീയ നേതാക്കളിലേക്കും അന്വേഷണം എത്തുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി VD സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവരാണ് ഇതിൽ പ്രമുഖർ. അഴിമതി നിരോധന നിയമം അനുസരിച്ച് ഇവർക്കെതിരെ കേസെടുക്കാനാണ് സാധ്യത. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.